ഏവർക്കും സൂബേഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പ്ലസ് ടു സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേരാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ മീൻസ് പ്രൊഡ്യൂസിങ് എഗൈൻ, അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസം ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റീ ആൻഡ് പ്രൊഡക്ഷൻ. എഗൈൻ പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് റീപ്രൊഡക്ഷന്റെ മീനിങ്. ഇനി ഹ്യൂമൻസ് ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം ആൻഡ് ദേ ആർ വിവിപാരസ് ടു. Sexually reproducing organism. What do you mean by sexually reproducing organism? It means it is formed an organism which is formed by the fusion of male and female gamete resulting in the formation of a zygote. അതായത് ഒരു ഫീമെയിലും ഒരു മെയിലും സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു സൈഗോട്ട് ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് sexual reproduction. Then it is viviparous too. Viviparous means the organism which give birth to their young one. It is known as viviparous organism. അപ്പോൾ ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ 6 ഇവന്റ്സ് ആണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇവന്റിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഗാമേറ്റോജെനസിസ്. ഗാമേറ്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെക്സ് സെൽസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ഗാമേറ്റിന്റെ പ്രത്യേകത എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് ഫോം ചെയ്തില്ല എങ്കിൽ ഒരു ഓർഗാനിസത്തിൽ എന്ത് നടക്കുന്നില്ല? റീപ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇപ്പോൾ ഗാമേറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അറ്റ് പുബേർട്ടി ആണ്. പ്യൂബേർട്ടിയുടെ ടൈമിലാണ് ഗാമേറ്റോജെനസിസ് നമ്മുടെ ബോഡിയിൽ നടക്കുക. ഇനി രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻസെമിനേഷൻ ആണ്. ഇറ്റ് മീൻസ് ദ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമേറ്റ്സ് ടു ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്. ഒരു ഫീമെയിലിന്റെ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് മെയിൽ ഗാമേറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇനി ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ അടുത്ത നടക്കുന്ന സ്റ്റെപ്പാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേര് ഫെർട്ടിലൈസേഷൻ, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സൈഗോട്ട്. ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. രണ്ടുപേരും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് യൂട്ടസിൽ പോയി അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇനി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്, അതായത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ആ ഒരു സൈഗോട്ടിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ? ജസ്റ്റേഷൻ പീരീഡ്. നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മളുടെ അമ്മമാർ പറയാറുണ്ട്, എന്താണ്, 9 മാസം അല്ലെങ്കിൽ 10 മാസം ചുമന്ന് പ്രസവിച്ച കുട്ടിയാണ് എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ജസ്റ്റേഷൻ പീരീഡ്. ദെൻ ലാസ്റ്റ് വരുന്ന ആ ഒരു പാച്ചുറേഷൻ എന്ന് പറയുന്നത് ഡെലിവറി ഓഫ് ദ ബേബിയുടെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാച്ചുറേഷൻ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആൻഡ് ദേ ആർ വിവിപാരസ്. വിവിപാരസ് എന്ന് വെച്ചാൽ ഓർഗാനിസം വിച്ച് ഗീവ് ബർത്ത് ടു ദെയർ യങ് വൺസ്. ദെൻ എന്താണ് റീപ്രൊഡക്ഷൻ? ഇനി ഏതൊക്കെയാണ് 6 ഇവന്റ്സ്? ഗാമേറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ ആൻഡ് പാച്ചുറേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആണിത്. നന്നായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.